ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഡി സി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഡി സിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു 200 രൂപ ചിലവാക്കി. പക്ഷെ എനിക്ക് കിട്ടിയത് ദ ബെസ്റ്റ് സിനിമാറ്റിക് ഓർഗാസമാണ്. അത് ഒരു തവണ അല്ല, 3-4 തവണയൊക്കെ. ഇപ്പോൾ നിങ്ങളൊരു സിനിമ ലവറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സുബ്രഹ്മണ്യപുരം, പുതുപ്പേട്ടൈ, നാടോടികൾ, അതേപോലെ തമിഴ് സിനിമയിൽ കുറേ കാലം മുമ്പൊക്കെ കണ്ടുവന്നിട്ടുള്ള ആ ഒരു റോക്ക് പരിപാടിയില്ലേ, അതിൻ്റെ ഒരു ജെൻസി വേർഷനാണ് ഡി സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡി സി എന്ന് പറയുന്ന പടം തുടങ്ങുന്നത് തന്നെ അനിരുദ്ധിൻ്റെ ബീജത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ ആ ബീജത്തിൻ്റെ കൂടെ കുറേ സീക്വൻസുകൾ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബീജംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അടുത്തടുത്ത സീന്. അതിനനുസരിച്ച് സിനിമാറ്റോഗ്രാഫി, സീൻ മേക്കിംഗ് എല്ലാം പെർഫെക്റ്റ് ബ്ലെൻഡിങ് ആയിട്ടാണ് ഈ പടം പോയിരിക്കുന്നത്. ഈ സിനിമയിൽ വരുന്ന എല്ലാ ഇമോഷൻസിനും അതിൻ്റെ പീക്ക് ബീജാണ്, അല്ലെങ്കിൽ അതിൻ്റെ പീക്ക് മ്യൂസിക്കാണ് അതിൽ ചെയ്തിരിക്കുന്നത്. എല്ലാ ഇമോഷൻസും, അതിൽ സങ്കടം ഉണ്ടാവും, ഫൈറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രതികാരം ഉണ്ടാവും, ലവ് ഉണ്ടാവാം, അങ്ങനെ എല്ലാത്തിനും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്യാത്ത പോലത്തെ ബീജിയംസാണ് എല്ലാത്തിനും യൂസ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് ഇപ്പോൾ കുറച്ച് പടങ്ങളായിട്ട് ആ പഴയ ഒരു ഫോമിലേക്ക് എത്തുന്നില്ല. പിന്നെ പുതിയ പിള്ളേരൊക്കെ വന്നിട്ട് ഇപ്പോൾ അവരുടെ പാട്ടുകളൊക്കെയാണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ഒക്കെ. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് എപ്പോഴും ഒരു ഈഗോ അടിച്ചിട്ടുണ്ട് തോന്നുന്നു. കാരണം ഒരു ക്രിയേറ്റർക്ക് ഒരു ഈഗോ അടിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലത്തെ എക്സ്ട്രീം ലെവൽ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്ത് വരും. കാരണം പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ അത്രയ്ക്കും എഫേർട്ട് ഇട്ടിട്ട് അത് അനിരുദ്ധിനെ കുറിച്ച് നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അനിരുദ്ധിനെ കുറിച്ച് മാത്രമായിരിക്കണം പറയണം. ആ ലെവൽ മൈൻഡ് സെറ്റിലായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെയാണോന്നൊന്നും അറിയില്ല. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെയാണ് ഇത് പറയാൻ, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. കാരണം ഈ സിനിമ പറഞ്ഞാൽ അനിരുദ്ധ്, അതാണ് ഈ സിനിമയുടെ എന്താ പറയുക സോള്. പിന്നെ ഇതിന് സിനിമയുടെ കഥയൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം അത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇൻട്രവൽ ബ്ലോക്കിലാണ് നമ്മൾ ആ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ആ മെയിൻ ബീജം അതിൽ വരുന്നത്. കാരണം ആ ബീജത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അവർക്ക് സിനിമ മേക്ക് ചെയ്യുന്ന ആൾക്കും അറിയാം, ഈ കാണുന്ന പ്രേക്ഷകർക്കും അറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ അതുകൊണ്ട് തന്നെ അത് എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കണം. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സാധനം ഇപ്പോൾ വരുന്നുള്ളത്. ആ വരുന്നുള്ളതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ മുമ്പുള്ള കുറച്ച് സീൻ ക്രിയേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ കാണുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ പീക്ക് കിട്ടാൻ തുടങ്ങും. പിന്നെ ആ സാധനം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അങ്ങനെ പോകും. ആ ബീജത്തിൻ്റെ കൂടെ അവിടെ ലോകേഷും സിനിമാറ്റോഗ്രാഫറും അഭിനേതാക്കളും എല്ലാവരും വരും. ആ സീൻ അങ്ങനെ, ആ ബീജം എങ്ങനെ പീക്കാവണ്, അതിനനുസരിച്ച് ആ സീൻ ഇങ്ങനെ മുകളിലോട്ട് പോയി ആ ബീജം എൻഡായി കഴിഞ്ഞ് ഇൻട്രവൽ ബ്ലോക്ക് ആവും. അവിടുന്ന് നമുക്ക് ഫസ്റ്റ് സിനിമാറ്റിക് ഓർഗാസം അവിടുന്ന് കിട്ടും. ദ പീക്ക് ഇൻട്രവൽ ബ്ലോക്ക് അവിടെ നമുക്കത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങും. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴും സെയിം, പിന്നെ പുതിയ ബീജം വരും, പുതിയ സീൻസ് വരും. ഇത് ചെയ്തു വെക്കുമ്പോൾ തന്നെ അറിയാം ഈ പടം ഇങ്ങനെ പോകും. അപ്പോൾ ഇതിലൊരു ഹെവി ക്ലൈമാക്സ് ഉണ്ടാവും. ഈ ക്ലൈമാക്സിൽ അതിൻ്റെ ഒരു എന്താ കാട്ടാൻ പോകുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടാവും ക്ലൈമാക്സ് എങ്ങനെയൊക്കെ ആയിരിക്കും, അവിടെ അങ്ങനെ ഒരു ബീജം വരും, ഈ സീക്വൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അത്യാവശ്യം സിനിമയെ കുറിച്ച് അറിയുന്നവരൊക്കെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് വരും, അവിടെ ഒരു 10 മിനിറ്റ്. അപ്പോൾ അതേ ഈ ബീജത്തിൻ്റെ ഒരു സെക്കൻഡ് ടൈം ഈ ബീജം ആ ക്ലൈമാക്സിലിടും. ആ ബീജം ഇടുന്ന സമയത്ത് ആ ബീജത്തിൻ്റെ എക്സ്ട്രീം ലെവൽ ആ ക്ലൈമാക്സിലാണ് വരിക. അതിനനുസരിച്ച് ഒരു സീക്വൻസ് അതിൽ വരും. അവിടെ നമ്മളെ തന്നെ മറന്ന് സിനിമയുടെ എക്സ്പീരിയൻസ് അതിനുള്ളിലോട്ട് നമ്മളങ്ങനെ മുഴുകിപ്പോകും. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അതിൻ്റെ ബീജിഎം ആയിക്കോട്ടെ, അഭിനേതാക്കളായിക്കോട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആ സീൻസിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി, ഒരു സിനിമാ ലവർക്ക് കിട്ടുന്ന അനുഭൂതി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ പറയുക, മാജിക്കാണ് പുള്ളി ചെയ്തു വെച്ചിരുന്നത് ഈ സിനിമയിൽ. കാരണം അത് ഈ സിനിമയിൽ ഡി സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഫുള്ള് അനിരുദ്ധ് ബീജിയം അല്ലെങ്കിൽ അനിരുദ്ധ് മ്യൂസിക്, അത് മാത്രമാണ് നമുക്ക് വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഡി സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.